ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോക്സ് കണ്ടില്ലേ, റെഡ് ബോക്സ്. അപ്പോൾ ഇതിൽ കിത്തുവിൻ്റെ കുറച്ച് ചെറുതായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. ഡ്രസ്സ്, ബ്രഷ്, ഷൂ അല്ലേ. ഇപ്പോൾ കിത്തുവിന് 3 വയസ്സായി. അപ്പോൾ ഇതുവരെയുള്ള കുറച്ച് ഫസ്റ്റ് വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ പൊടി ഇതൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇതിൽ എന്താ നോക്കാം, കിത്തുവിന് ക്ഷമല്ല, നമുക്ക് ഇത് തുറന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ ഒരു ബോട്ടിലാണ് ഇത്. കിത്തു കുഞ്ഞു ബേബിയപ്പോ നമ്മള് വാങ്ങിയതാണ് കേട്ടോ, വെള്ളമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ഇതിപ്പോ ആകെ കൊള്ളാം. കിത്തു തന്നെ ഓരോന്ന് കളർ പോലെ തുടങ്ങി. എന്നാലും ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചതല്ലേ വിചാരിച്ചിട്ട് ഇത് എടുത്ത് വെച്ചതാണ്. ഇനി വേറെ സംഭവം, കിത്തുവിന് ഫസ്റ്റ് വാങ്ങിയ ഷൂ. നമുക്ക് കിത്തുവോ? ഓ നൈസായോ? ഇതുണ്ടോ, ഇത് ഫസ്റ്റ് കിത്തുവിന് വാങ്ങിച്ച ഷൂ ആണ്. ഇതിന്റെ ഓരോ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ, ഇട്ടിട്ടുള്ള ഓരോ പിക്ക് ഞാൻ കൊടുക്കാം. ഇനി അടുത്തത് ഒരു ക്യൂട്ട് ഡ്രസ്. ഇങ്ങനത്തെ 2 സെറ്റ് കിത്തുവിന്റെ നമിയ വാങ്ങി തന്നതാട്ടോ. ഈ 2 ഡ്രസ്സ് ഇതൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഞാൻ സൈഡിൽ കൊടുക്കട്ടെ. നല്ല രസം. ഇതൊന്നും സംഭവം കളറും കൂടെ പോയിട്ടില്ല കേട്ടോ, നല്ല മെറ്റീരിയൽ ആയതുകൊണ്ട്. ഇനി അടുത്ത വേറൊരു ജംപ് സ്യൂട്ട് പോലത്തെ ഡ്രസ്സ് തന്നിട്ട്. ഇങ്ങനത്തെയാണ് കിത്തുവിന് കൂടുതലും ഇങ്ങനത്തെ ആയിരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ കിത്തു നല്ല തടി ഉണ്ടായതുകൊണ്ടേ ഇതൊക്കെ പെട്ടെന്ന് ടൈറ്റ് ആവും, അങ്ങനെ ഒഴിവാക്കിയതാണ്. അല്ലാതെ നമ്മൾ ഇട്ട് കുറേ മുതലാക്കിയിട്ടില്ല കേട്ടോ. ഇതുണ്ട്, ഇതൊരു നല്ല ഭംഗിയുള്ളൊരു സ്യൂട്ട്. അടുത്തതും ഇതുപോലുള്ളൊരു സ്യൂട്ട് തന്നെയാണ് കേട്ടോ. ഇത് ഭയങ്കര എന്താ പറയാ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാധനം കേട്ടോ. ഇതിനുള്ളൊരു വൈറ്റ് അല്ല കിത്തുവിനോട് ചോദിക്കും, കിത്തുവിനോട് അതിന്റെ ഉള്ളിലൊരു വൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇതിന്റെ ഫോട്ടോസ് ഒക്കെ കൊടുക്കട്ടോ. ഇതൊക്കെ കിടക്കുന്ന പ്രായത്തിലുള്ള ഡ്രസ്സസ്. കണ്ടോ, കിത്തുവിന്റെ കുഞ്ഞു ബേബി ആയപ്പോഴും ഇത് പുറത്തേക്ക് ഇടാൻ വാങ്ങിച്ച ആദ്യത്തെ ഒരു ചെരുപ്പാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ഇതൊന്നും എന്താ അറിയോ, പൊട്ടിയിട്ടും തേഞ്ഞിട്ടും ഒന്നുമില്ല. പക്ഷെ നമ്മളിത് എടുത്ത് വെക്കാന്നുള്ളൂ. ഇനി അടുത്തത് കിത്തുവിന്റെ തണ്ടയാണ് കേട്ടോ. കിത്തു നടക്കലാണ്, നമ്മൾ തണ്ടാന്ന് തന്നെയല്ലേ പറയാം, നമ്മളിവിടെയൊക്കെ തണ്ടാന്നാ പറയാ. കിത്ത് നടക്കൽ തുടങ്ങിയപ്പോൾ വാങ്ങിച്ച ഒരു തണ്ടയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ മുത്തുകളൊക്കെ പോകാൻ തുടങ്ങി. എന്നാലും ഞാനിതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ സിനിമയിൽ ഉർവശി പറഞ്ഞ പോലെ ഫസ്റ്റ് ബ്രഷ് ഇതൊക്കെ വെറുതെ എടുത്ത് വെച്ചിട്ട് ഇത് ഒരു ബ്ലാക്ക് കളർ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കിത്തുവിന് 2 ടീത്തൊക്കെ വന്നപ്പം നമ്മൾ തേക്കാൻ എടുത്തത്. ഇതൊക്കെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഇതൊന്നും നമ്മളിവിടെ കടയിൽ ഞാൻ കണ്ടില്ല. അതുപോലെ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. കിത്തുവിന് ഫ്രൂട്ട്സ്, കിത്തുവിന് ഓർമ്മേണ്ടത് അവനെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കിത്ത് ഇങ്ങനെ കടിച്ച് ഇങ്ങനെ കണ്ടു. ഇനിയിപ്പോൾ ഇത് വയലിടരുത് കേട്ടോ, കുറേ ദിവസമായാലും നമ്മൾ ഉപയോഗിച്ചിട്ട്. ഇതൊക്കെ ശരിക്കും നല്ല യൂസ്ഫുൾ ആണ് കുട്ടികൾക്ക്. ന്യൂ മോംസിനുള്ളൊരു നല്ല ഓരോ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഇതൊന്ന് കാട്ടിലിട്ട് വെച്ചോ. പിന്നെ അതുപോലെ നമ്മൾ ഇത് ഫുഡ് കൊടുക്കണ ഒരു ബോട്ടിൽ കേട്ടോ. ഇതൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ അടപ്പ് ഏതാ, ഇങ്ങനെ അല്ലല്ലോ, ഇതിൻ്റെ അടപ്പൊക്കെ മിസ്സായിരുന്നുണ്ട്. നല്ല സുഖമായിരുന്നു കേട്ടോ. ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമേ, ഞാൻ വീട്ടിൽ നിന്നും ചില സമയത്ത് ഇതിൽ കൊടുത്തിരുന്നു കേട്ടോ. നല്ലൊരു സംഭവമാണിത്, എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഒക്കെ പിന്നെ ഇതിൽപ്പെട്ട ഓരോ ബോട്ടിൽസാണ്. കിത്തുവിന് പാല് കൊടുത്തതും പിന്നെ വെള്ളത്തിനും രണ്ടിനും ഞാൻ 2 ബോട്ടിലോട്ട് ഉപയോഗിച്ചത്. കാരണം പാല് പറഞ്ഞാൽ ഇത് കിത്തുവിന് അതെ വയമ്പ് അരച്ചെടുക്കുന്ന പാത്രം ഒക്കെ നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കിത്തുവിൻ്റെ ബ്രഷ് കാണിച്ചു കൊടുക്കും, സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കും. ബ്രഷ് അത് കൊണ്ടുപോകണം. ഇനി ഇത് തേക്കണോ, അത് വേണോ? ഇതിൻ്റെ ഓറഞ്ച് ഇല്ലേ കിത്തുവിന്? അങ്ങനെ കുറച്ച് സാധനം. പിന്നെ നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കുറേ ഫോട്ടോസ് ഇതുപോലെ പ്രിന്റ് എടുത്തിട്ട് വെച്ചിരുന്നു. അതൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് നമ്മൾ പ്രിന്റ് എടുത്ത് വെച്ചിരുന്നു. അതൊക്കെ ഞാൻ അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കണ്ടാവിൻ്റെ കണ്ണട, അതൊക്കെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ സാധനങ്ങളാണ് കേട്ടോ. മെഴുകുതിരി അങ്ങനത്തെ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നു. ഇനി കുറച്ചും കൂടി ഡ്രസ്സ് ഉണ്ട്. ഇതും ഇതുപോലെ ഒരു റോംബറാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ ഒരു കളറൊന്നും പോവാത്തതുകൊണ്ടേ നമുക്ക് വേറെ ആർക്കും കൊടുക്കാനും തോന്നില്ല. നല്ല ക്ലോത്താണ് കേട്ടോ. അതുപോലെ വേറെ ഇതൊക്കെ സ്യൂട്ടിൽ പെട്ടതാണ്. കുറേ കിത്തുവിന് ഇങ്ങനെ സ്യൂട്ടിൽ പെട്ടത്. കിത്തുവിൻ്റെ കണ്ണമ്മ കൊണ്ടുവന്നാൽ തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു ഇന്നർ ബനിയൻ ഉണ്ടായിരുന്നു. അത് പക്ഷേ കിത്തു തടിച്ചതുകൊണ്ട് ബനിയനാണ് പക്ഷെ മാക്സിമം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് ഇതുപോലെ റോംബറാണ്. അങ്ങനെ കുറേ. പിന്നെ വേറൊരു എന്താ പറയുക, ഇതെന്ന് പറഞ്ഞാൽ ഇത് കണ്ട കിത്തുവിൻ്റെ ഫസ്റ്റത്തെ മുണ്ടാണ്.
ഉണ്ട് പറഞ്ഞാൽ കിത്തുവിന് 28 മുതൽ നമ്മൾ ബർത്ത്ഡേ വരെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. കിത്തു 28-ന് അല്ല സോറി ചോറൂണിന് ഫുഡ് കഴിക്കാൻ ചോറ് ഇട്ടപ്പോഴൊക്കെ അമ്പലത്തിൽ പോയപ്പോഴൊക്കെ ഇട്ടത് ഇപ്പൊ വലിപ്പല്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടോ അതുപോലുള്ളൊരു ബ്ലാക്ക് ടീഷർട്ട് ഈ ബ്ലാക്ക് ടീഷർട്ടിന് ശേഷം ഞാനിപ്പോൾ കിത്തുവിന് ഈ 3-ാം വയസ്സാവാനായപ്പോഴാണ് ഒരു ബ്ലാക്ക് ടീഷർട്ട് എടുത്തത് കേട്ടോ. അല്ലാതെ ഫസ്റ്റത്തെ ബ്ലാക്ക് ടീഷർട്ടാണ് ഇതിട്ടിട്ടുള്ള ഫോട്ടോസ് ഒന്ന് കട്ട് ചെയ്തേ. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇത്ര കുറച്ച് ഡ്രസ്സസ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. എന്നാലും കുറേ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സ് മാത്രം ഒരു ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളും സാധനങ്ങളും മാത്രമാണ് ഒരു ബോക്സിലാക്കി വെച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.